പാട്ടുകളിലേക്ക് സ്വാഗതം ഗൈസ്. ഞാനിങ്ങനെ ചെയ്യണം, ഫസ്റ്റ് ഞാൻ നോക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ട്യൂലിപ്സ് അല്ല എന്തോ സാധനമാണ് ഫസ്റ്റ് വെച്ച് കളയായി ഗൈസ്. അപ്പം നമുക്ക് ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് കളർ എടുക്കാം. എൻ്റെ പിങ്കും ഗ്രീനും ഇപ്പം കയ്യിലുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് കളർ കൊടുക്കാം. അപ്പം ഗൈസ് കുറേ നേരത്തിന് ശേഷം ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആയിട്ട് ഇനി നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള പിങ്ക് എടുക്കാം കേട്ടോ. പിങ്കിനെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇങ്ങനെ വെറുതെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ല കറക്റ്റ് എവിടേക്കാണ് ഗ്യാപ്പ് അവിടേക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ നന്നായിരിക്കില്ല നമ്മുടെ ഫ്ലവേഴ്സ് കാണാൻ. ബ്രോസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുകൂടി വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് കുറേ നേരത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടി. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ കട്ടിയുള്ള പേപ്പറാണ് എടുക്കേണ്ടത്. ഇത് കുറച്ച് കട്ടിയുണ്ട്, മറ്റേത് എടുത്ത് കുറച്ചതായിരുന്നു. അങ്ങനത്തെ പേപ്പറാണ് വേണ്ടത്. ഇനി നമുക്കിത് ഒന്ന് ഇങ്ങനെ വയ്ക്കാം കേട്ടോ. ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. മടക്കി കഴിയട്ടെ കേട്ടോ ഗൈസ്. നമ്മൾ വീണ്ടും വന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി, പക്ഷെ നമുക്കിതിൽ ഇടാൻ പറ്റത്തില്ല. അത് വേറൊരു വിഷയമാണ് ഗൈസ്. അത് വല്ലാത്തൊരു വിഷയമായിപ്പോയി. എന്നാലും കുഴപ്പമില്ലാണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാട്ടൊക്കെ എഴുതിയിട്ട് ഇടാൻ പറ്റുന്ന അങ്ങനത്തെ തന്നെയാണ് ഗൈസ്. ഞാനിപ്പോൾ ഒരു കോലും വെച്ച് ഈ ഗ്ലൂ വരില്ല, അപ്പോൾ കോലും വെച്ചിട്ട് എടുത്തിട്ട് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അതോടെ നമ്മുടെ ജേർണലിങ് കഴിയും. കൊട്ടും എഴുതിയിട്ടാണ്. അപ്പോൾ ഗൈസ് ഞാൻ പെട്ടെന്ന് അതേ പറഞ്ഞിട്ട് ഒട്ടിച്ചു. ഈ ഭാഗമാണ് ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പൊന്തി വന്നു. അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരെണ്ണം ലോക്കാക്കി വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ കോട്ടും കൂടി എഴുതി നമ്മുടെ ഫിനിഷായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.